അച്ഛാ നിക്ക്. മോനെ എന്തിനാ എന്നെ തടയുന്നത്? അകത്തേക്ക് വാ ബാലമാമ. മനുഷ്യനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കല്ലേ അവള്. അവിടേക്ക് പിന്നെ വരാനാണോ മോള് പറയുന്നത്? മോന്റെ കല്യാണത്തിന് ഏതോ ഒരുത്തി അപമാനിക്കാൻ നോക്കിയാ അതൊന്ന് സഹിച്ചോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ലേ? വേറെ മാർഗം ഇല്ല ബാലമാമ. പിടിച്ചു നിൽക്കണം. അല്ലെങ്കിൽ ശ്രേയ മറ്റെന്തേലും പ്ലാൻ ചെയ്ത് നമ്മളിവിടെ പിടിച്ചിരുത്തും. അത് നമുക്ക് തന്നെയാ പ്രശ്നം. എനിക്കിവിടെ ക്ഷമയോടെ ഇരിക്കാൻ കഴിയില്ല മോളെ. ആ പെണ്ണ് എന്നെ അപമാനിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. അത് കണ്ട് രസിക്കാൻ കുറെ എണ്ണം വേറെ. എനിക്കത് സഹിക്കാൻ പറ്റില്ല മോളെ. ഇപ്പൊ ബാലമാമൻ ഇറങ്ങിപ്പോയാ സേഫായി വീട്ടിലെത്താൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. മാമനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞങ്ങൾക്കിവിടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റുമോ? പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കുറച്ചു കഴിയുമ്പോ ഈ ചടങ്ങെല്ലാം തീരും. അപ്പൊ വീട്ടിലേക്ക് പോയിട്ട് രാവിലെ വന്നാ മതി. ശ്രേയക്കെതിരെ നമ്മൾ തീരുമാനിച്ച എന്താണോ അത് നടക്കണം. പ്ലീസ് ബാലമാമേ. അച്ഛാ, ചാരു പറയുന്ന കേക്ക്. ഇനി കുറച്ചു നേരം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ തന്നെ അച്ഛനെ വീട്ടിൽ കൊണ്ടുവിടാം. അതെ അച്ഛാ, അതുവരെ നമ്മൾ ഇവിടെ തന്നെ വേണം. മക്കള് പറയുന്ന കേക്ക് പോലെ. വാ ബാലമാമേ. അച്ഛാ, ഇവിടെ ഇരിക്കണ്ട, മുന്നിലേക്ക് വാ. വേണ്ട മോനെ, അവിടെ VIP കൾക്കുള്ളതല്ലേ. വീണ്ടും നാണം കെടാൻ വയ്യ. ഞാനിവിടെ ഇരുന്നോളാം. ആകാശമോനും ചാരുമോളും ചെല്ല്. ബാലനാരും ഞാൻ നോക്കിക്കോളാം. ചെല്ലു നോക്കാം. എല്ലാരും എത്തിയോ? എല്ലാരും ആയി. ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചേക്കണം. ദേ നോക്ക്. ഈ ഫോട്ടോസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇവര് 3 പേരും ഇപ്പൊ ഈ ഹാളിൽ തന്നെ ഉണ്ട്. 3 പേരെയും വാച്ച് ചെയ്യണം. അവരെന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നെല്ലാം എന്നെ ഇൻഫോം ചെയ്തോണ്ടിരിക്കണം. കേട്ടല്ലോ? ഓക്കെ, ശരി, പൊയ്ക്കോ. ചാരു ചേച്ചി പറഞ്ഞിട്ടല്ലേ അച്ഛനും ഞാനും വന്നത്. ഇപ്പൊ കണ്ടില്ലേ നാണം കെടുത്തിയത്. ഇനി എന്തൊക്കെ ഉണ്ടാവോ? അതെ, ഏതോ VIP കളാണെന്നും പറഞ്ഞ് വന്നിരിക്കുവാ. കെട്ടാൻ പോകുന്നവന്റെ അച്ഛനാണെന്ന് പോലും അവൾ നോക്കിയില്ലല്ലോ. കല്യാണം നടന്നാലല്ലേ കെട്ടാൻ പോകുന്നവന്റെ അച്ഛനാവൂ. കല്യാണം നടക്കില്ലെന്ന് നമുക്ക് മാത്രമല്ല അറിയൂ ചേച്ചി. ശ്രേയെ സംബന്ധിച്ച് കെട്ടാൻ പോകുന്നവന്റെ അച്ഛൻ. ചാരു, ആ പെണ്ണ് ഒറ്റയ്ക്കാ വന്നതെന്ന് തോന്നുന്നു. എപ്പോഴും നമ്മുടെ പിന്നിൽ വന്നിരിക്കും. ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. വാ, നമുക്ക് പോയി സംസാരിക്കാം.
രാഹില എന്നല്ലേ പേര് പറഞ്ഞത്? അതെ. മാഡം പറഞ്ഞതുപോലെ പേരോർത്ത് വെച്ചത് നന്നായി, ഇല്ലേ പെട്ടുപോയനെ. രാഹില നല്ല പേരല്ലേ അമൃതേച്ചി? എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇതേ പേരില്. പേര് കൊള്ളാം. ഈ പേരിന്റെ അർത്ഥം എന്താ? പെട്ടു. ചാരു, ഇവളൊന്നും മിണ്ടുന്നില്ലല്ലോ. പേര് പോലെ തന്നെ നല്ല ഭംഗിയായിരിക്കും ഇവൾക്ക്. ആ അതെ ചേച്ചി. ആണോ? എന്നാ ഒന്ന് കാണണമല്ലോ. ഏയ് വേണ്ട അമൃതേച്ചി, എന്തായി കാണിക്കുന്നേ? ആ, ഇവളുടെ സൗന്ദര്യം ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടാ. രാഹിലയുടെ കൂടെ ആരും വന്നില്ലേ? ഏയ് ഇല്ല. എന്താ കൂൾ ഡ്രിങ്ക്സ് എടുക്കാത്ത? ദേ ഇത് കുടിക്കേ. വാങ്ങി കുടിക്കറാഹില്ല, അപ്പോഴെങ്കിലും നിന്റെ മുഖം ഒന്ന് കാണാലോ. കുടിക്കേച്ചി. വേണ്ട, എനിക്ക് വയറിന് നല്ല സുഖമില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ. മുഖം കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കില്ല, അതും ഞങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്ത്. എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. അമൃതേച്ചി ഒന്നും ഉണ്ടായിരുന്നേ. രാഹിലതാ കുടിക്കേ. വേണ്ട, വേണ്ടാഞ്ഞിട്ടാ. എനിക്കിതൊന്നും കുടിച്ച് ശീലമില്ല. കുറച്ചെങ്കിലും കുടിക്കേ. കുടിക്കേ. കുടിക്കറായില്ല. കുടിക്കേച്ചി, നല്ലതാ. ഫുഡിന്റെ ടൈം ആവുന്നതിന് മുമ്പ് ഡ്രിങ്ക്സ് കുടിച്ചാൽ നല്ല വിശപ്പുണ്ടാവും. അയ്യോ, അയ്യോ സോറി, കയ്യിന്ന് വഴുതി വീണതാ. സാരല്ല രാഹില. പിന്നെ കൈ വഴുതി. ഞാൻ പറഞ്ഞില്ലേ ചാരു, എന്തോ കള്ളത്തരമുണ്ട്. ചേച്ചി ഞാൻ പറഞ്ഞു മിണ്ടായിരിക്കാൻ. ചേച്ചി പോയാ ക്ലീനിങ് ബോയെ വിളിച്ചോണ്ടോ. നീ കഴിക്കാൻ വരുമല്ലോ, അപ്പൊ നീ ഇത് പൊക്കാതെ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ചേച്ചി പോയിട്ടോ.